പ്രൈസ് ദ ലോർഡ്. നമുക്കൊരുമിച്ച് 45-ാം സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി വായിക്കാം. സങ്കീർത്തനങ്ങൾ 45, സാംസ് 45 വായിക്കുന്നു. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലാകുന്നു. വീരനായുള്ളവയെ നിൻ്റെ വാൾ അരയ്ക്ക് കെട്ടുക, നിൻ്റെ തേജസ്സും നിൻ്റെ മഹിമയും തന്നെ. നിൻ്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു, ജാതികൾ നിൻ്റെ കീഴിൽ വീഴുന്നു, രാജാവിൻ്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു, അതുകൊണ്ട് ദൈവം നിൻ്റെ ദൈവം തന്നെ നിൻ്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികൾ ഉണ്ട്, നിന്റെ വലത്ത് ഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും, അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയാകുന്നു, അവളുടെ വസ്ത്രം പൊൻ കസവ് കൊണ്ട് ഉള്ളത്. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും, അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. അടുത്ത 2 വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കും. പുത്രന്മാർ നിൻ്റെ പിതാക്കന്മാർക്ക് പകരം ഇരിക്കും, സർവ്വഭൂമിയിൽ നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിൻ്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും, അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. എല്ലാവർക്കും ഇരിക്കാം പ്ലീസ്. എല്ലാവർക്കും കർത്തൃനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തിന് അവിടുന്ന് നന്ദി കരയേറ്റുന്നു. ചില മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പ്രാവശ്യവും കൂടെ എക്സോർട്ടേഷനായിട്ട് ബൈബിൾ റീഡിങ്ങും ഒക്കെ ആയിട്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം അവിടുന്ന് ഇടയാക്കിയതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവർക്കും ഒരു സന്തോഷമില്ല, ഒരു എനർജി ഇല്ലല്ലോ ആർക്കും. ഒക്കെ ആരാധനയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുവാണോ? എല്ലാവരും വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ ബാക്കിൽ നിൽക്കുമ്പോൾ പാസ്റ്റർ പെട്ടെന്ന് പുറകോട്ട് ഓടി വന്നു. അപ്പോൾ ഞാൻ മനസ്സിൽ ഓർത്തു എന്തെങ്കിലും ചർച്ചിൻ്റെ കാര്യം പറയാനായിരിക്കും. അന്നേരം പാസ്റ്റർ പറഞ്ഞു, അടുത്ത ആഴ്ച പിന്നെ എക്സോർട്ടേഷൻ പറയാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിച്ചു. വേറൊരാളെ ഏൽപ്പിച്ചിരുന്നതാണ്, പക്ഷേ എന്നെ ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ പിന്നെ അന്നേരം തന്നെ ശിരസ അത് ഏറ്റെടുത്തു. ഈ ആഴ്ച ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പാസ്റ്റർ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞായിരുന്നു, നമ്മളെപ്പോഴും റെഡി ആയിരിക്കണോ. പാടാൻ പറഞ്ഞാൽ പാടണം, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കണം, പ്രസംഗിക്കാൻ പറഞ്ഞാൽ പ്രസംഗിക്കണം, അങ്ങനെ എല്ലാത്തിനും റെഡി ആയിരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് അനുസരിച്ചു. പാസ്റ്റർ പറഞ്ഞപ്പോഴേ ഇത് ഏറ്റെടുത്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ അധികം സമയം ലഭിച്ചില്ല, ഇന്നലെ വരെയും ഷിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട്. എന്നാൽ ദൈവം തന്ന സമയം തക്കത്തിന് ഉപയോഗിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് നാം വായിച്ച് കേട്ടത്. സാധാരണ എല്ലാ സങ്കീർത്തനങ്ങളെയും പോലെ ഉള്ള ഒരു സങ്കീർത്തനങ്ങളല്ല. കല്യാണം കഴിച്ചവർക്കെല്ലാം അറിയാം ഈ സങ്കീർത്തന പ്രത്യേകത എന്തോന്ന്. ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവർക്കെല്ലാം അറിയാം അല്ലേ? അതുകൊണ്ട് അവിടെ ചിരിക്കുന്നുണ്ട്. എന്താ കാര്യം? ഇതൊരു വിവാഹ സങ്കീർത്തനമാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവാഹത്തിൽ ആദ്യം സങ്കീർത്തനം വായിക്കുന്ന ഒരു പാസ്റ്റർ മുമ്പോട്ട് വന്ന് വായിക്കുന്ന സങ്കീർത്തനമാണ് 45-ാമത്തെ സങ്കീർത്തനം. ഇത് വായിച്ചിട്ടാണ് പ്രാർത്ഥിച്ച് മറ്റ് ശുശ്രൂഷകളിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു സ്പെഷ്യൽ സങ്കീർത്തനമാണ് നാം വായിച്ച് കേട്ടത്. പക്ഷേ നമ്മളവിടെ വധുവരന്മാരായിട്ട് ഇരിക്കുന്നവർ ഇതൊന്നും അവിടെ കേൾക്കുന്നില്ല. എന്തോ അവിടെ നടക്കുന്നെന്ന് മാത്രമേ അവർ അറിയുന്നുള്ളൂ. കാരണം അവർ മനസ്സിൽ ലഡു പൊട്ടിയിരിക്കുന്നതുകൊണ്ടൊന്നും അറിയുന്നില്ല. നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനം കേൾക്കാതെ പോകുന്നത്. ഈ സങ്കീർത്തനമാണ് നമ്മുടെ പാസ്റ്റേഴ്സ് സ്ഥിരമായിട്ട് നമ്മുടെ വിവാഹത്തിൽ വായിക്കുന്നത്. ഈ സങ്കീർത്തനത്തിന് അടുത്ത ഒരു പ്രത്യേകതയുള്ളത്, ഈ സങ്കീർത്തനം ദാവീദിൻ്റെ മകനായ ശലോമോൻ ഫറവോൻ്റെ മകളെ വിവാഹം ചെയ്തപ്പോൾ
അന്ന് പാടിയ സങ്കീർത്തനമാണെന്നും ഇതിന് ഇങ്ങനെയൊരു ചിന്തയുണ്ട്. എന്നാൽ അതിന് വലിയ തെളിവുകളൊന്നും ഇല്ല. അതുപോലെ മശിഹായുടെ സങ്കീർത്തനമാണെന്നും അതിനൊരു അടയാളമുണ്ട്. എബ്രായറിൻ്റെ ലേഖനത്തിൽ അത് വീണ്ടും ഈ സങ്കീർത്തനത്തിൻ്റെ 6-7 വാക്യങ്ങൾ വീണ്ടും അവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതൊരു മശിഹായുടെ സങ്കീർത്തനം. നമുക്കതിന് മശിഹായുടെ സങ്കീർത്തനമായിട്ട് തന്നെ അതിനെ ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് അത് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും. ഇവിടെ ഇന്നത്തെ സങ്കീർത്തനത്തിൻ്റെ ഇവിടെ ബൈബിൾ എഴുതിയിരിക്കുന്ന രാജാവിൻ്റെ വിവാഹ ആഘോഷ ഗീതം, എ സോങ് സെലിബ്രേറ്റിംഗ് ദ കിങ്സ് മാരേജ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു രാജാവിൻ്റെ വിവാഹം നടക്കുന്ന സമയത്ത് പാടുന്ന ഒരു പാട്ടായിട്ടാണ്, ഒരു സങ്കീർത്തനമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇത് എഴുതിയത് കോരഹ പുത്രന്മാരാണ്. അവർ ടെമ്പിൾ മ്യൂസിഷ്യൻ എന്ന് പറയും. അവരാണ് ഇത് എഴുതിയിരിക്കുന്നത്. അവരുടെ വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ്. ഇതിലും നല്ലതായിട്ട് നമുക്കൊരു എന്താ പറയുന്നത്, ഒരു ബ്രൈഡിനെയും ബ്രൈഡ് ഗ്രൂമിനെയും കുറിച്ചും ഇതിനകത്ത് വിവരിക്കാൻ കഴിയത്തില്ല. അതുപോലെ നന്നായിട്ട് അവർ ബ്യൂട്ടിഫുള്ളായിട്ട് അത് എഴുതിയിട്ടുണ്ട്. ദൈവത്തെ എത്രമാത്രം അവർ ഹൃദയത്തിൽ ഏറ്റെടുത്താണ് അത് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിൻ്റെ ആദ്യത്തെ 3 പാർട്ടായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ ഒരു വാക്യവും ലാസ്റ്റിലെ 17 വേഴ്സസും അവരുടെ തന്നെ ഹൃദയത്തിൽ നിന്നുള്ള അവരുടെ സ്വന്തം കാര്യം തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 2ാമത്തെ വാക്യം മുതൽ 8ാമത്തെ വാക്യം വരെയുള്ളത് രാജാവിനെക്കുറിച്ച് അല്ലെങ്കിൽ ബ്രൈഡ് ഗ്രൂമിനെ കുറിച്ചും, 9ാമത്തെ വാക്യം മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ബ്രൈഡിനെ കുറിച്ചുമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 3 പാർട്ടായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആദ്യം 1ാമത്തെ വാക്യത്തിലേക്ക് കടന്നു ചെല്ലാം. ആ വാക്യത്തിൽ 3 പ്രാവശ്യം എഴുതിയിട്ടുണ്ട് എൻ്റെ 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 എന്ന്. അത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. അടുത്തത്, എൻ്റെ കൃതി രാജാവിന് വേണ്ടി ഉള്ളത് എന്ന് ഞാൻ പറയുന്നു. 3ാമത്തെ, എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലാകുന്നു. ഈ 3 വാക്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ എഴുത്തുകാരിൽ എന്തുമാത്രം ആ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ്. തൻ്റെ എക്സ്പീരിയൻസ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. തനിക്ക് ഇതിലും വലിയ ഒരു കാര്യം ചെയ്യുവാനില്ല. തൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. നമുക്കറിയാം, നമ്മുടെ ഈ ഫോണൊക്കെ, നമുക്ക് ഫോൺ 1 TB ഉണ്ട്, 126 GB ഉണ്ട്. അങ്ങനെ പല, നമ്മൾ ഫോൺ മേടിക്കുമ്പോൾ എങ്ങനെ മേടിക്കുന്നത്, GB എത്ര സ്റ്റോറേജ് ഉണ്ടെന്ന് നോക്കുക. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, എത്ര സ്റ്റോറേജ് നമുക്ക് പറ്റുമെന്നുള്ളത്. ഇപ്പോൾ 1 TB ഉണ്ട്, 2 TB ഒക്കെ ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഹൃദയം അൺലിമിറ്റഡ് സ്റ്റോറേജാണ്. നമുക്ക് എത്ര കാര്യങ്ങൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതുപോലെ അൺലിമിറ്റഡ് സ്റ്റോറേജ് ആയിട്ടുള്ള നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എന്ത് വരുന്നോ അതാണ് നമ്മൾ പുറത്ത് കാണിക്കുന്നത്. അപ്പം നമ്മുടെ ഹൃദയത്തിൽ എന്താണ് നമ്മുടെ നിക്ഷേപം എന്നുള്ളത് നമ്മൾ തന്നെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. തൻ്റെ ഹൃദയത്തിൽ അപ്പോൾ എന്താണ് നിറച്ചിരിക്കുന്നത്? ഒരു ഗുഡ് ന്യൂസ് അല്ലെങ്കിൽ ഒരു ഗുഡ് തീം. പല ബൈബിളിലും പല ഇംഗ്ലീഷിലും പലതാണ് എഴുതിയിരിക്കുന്നത്. ഒരേ അർത്ഥമാണ് അതിന് വരുന്നത്. ഗുഡ് ന്യൂസ് എന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. തൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു ഗുഡ് ന്യൂസ് പുറപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്താണോ വരുന്നത് അതാണ് നമ്മൾ ഓവർഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ജെറമ്യ ചാപ്റ്റർ 17 അതിൻ്റെ 9ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യെരമ്യാവിൻ്റെ പുസ്തകം 17-ാം അധ്യായം 9ാമത്തെ വാക്യം. ജെറമ്യ ചാപ്റ്റർ 17 വേഴ്സ് 9. അതെ, അപ്പോൾ കാപട്യവും വിഷമവും ഉള്ളതാണ് ഹൃദയം. വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനെ മാറ്റുവാനാണ്, ആ ഒരു ഹൃദയത്തെ മാറ്റി പുതിയ ഹൃദയം തരുവാനായിട്ടാണ് യേശു ലോകത്തിലേക്ക് വന്നത്. മാത്യു ചാപ്റ്റർ 12 വേഴ്സ് 34 എന്ന് വായിക്കാം. അവിടെ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം. അതെ, ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായി സംസാരിക്കുന്നത്. അതിനടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. എന്നൊരു നല്ല മനുഷ്യനാക്കി നമ്മളെ തീർത്ത് നമ്മുടെ ഹൃദയത്തെ നല്ലതാക്കി തീർക്കുവാനാണ് യേശു ആഗ്രഹിച്ചത്. അതിനായിട്ടാണ് നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. നാം ഇവിടെ ആയിരിക്കുന്നത് ഈ വചനത്തോട് ചേർന്ന് നാം സഭയാകുന്ന മണവാട്ടിയാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആ മുഖത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു മണവാട്ടിയാക്കി തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്താവിൻ്റെ
നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം. ഇവിടെ ഇവിടെ എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത് എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. അപ്പം നമ്മുടെ ഹൃദയത്തിൽ നല്ല കാര്യങ്ങൾ മാത്രം, നന്മയുള്ള കാര്യങ്ങൾ മാത്രം, നമ്മുടെ ഹൃദയത്തിൽ കുറ്റമോ പ്രയാസമോ പിണക്കമോ അതൊന്നുമില്ലാതെ, അതെല്ലാം ആ നെഗറ്റീവ് സ്പിരിറ്റിനെ എല്ലാം നമ്മളെടുത്ത് ബിൻ ചെയ്യണം, ബിന്നിനകത്തിടണം. നമുക്കറിയാം നമ്മുടെ കിച്ചണിൽ നമ്മൾ ബിൻ വെക്കുന്നത് ഇവിടെ വരുന്ന മുറിയിലാണോ വെക്കുന്നത്? അല്ല, ബിൻ വെക്കുന്നത് എപ്പോഴും കിച്ചൻ്റെ ഒരു കോർണറിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അടയ്ക്കുന്ന കബോർഡിനകത്ത് വെച്ച് അടച്ചൊക്കെ വെച്ചേക്കും. കാണത്തില്ല, ആർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ മാറ്റി വെച്ചേക്കും. കാരണം ഈ ബിന്നിൻ്റെ സ്ഥാനം എപ്പോഴും വെളിയിലായിരിക്കും. ഈ കുഞ്ഞു ബിൻ നിറഞ്ഞു കഴിയുമ്പോൾ അതിനെ എടുത്ത് പുറത്ത് വലിയ ബിന്നിൽ കൊണ്ടിടും. വലിയ ബിൻ അതിനേക്കാൾ വന്ന് ട്രക്ക് വന്നത് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ഇടും, ഈ ബിന്നിലിടും എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമില്ലാത്ത, നമ്മളൊരു ദൈവബദലായി ജീവിക്കുന്ന, നമുക്ക് ആവശ്യമില്ലാതെ നമ്മളെ പിന്തുടരുന്ന എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും നമ്മളതെടുത്ത് എന്ത് ചെയ്യണം? ബിൻ ചെയ്ത് കളയണം. എന്നാൽ മാത്രമേ നമ്മുടെ ആ നന്മയുടെ സ്വരം നമുക്ക് പുറത്തേക്ക് ഒഴുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ താഴെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു, എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലാകുന്നു. അപ്പോൾ സമർത്ഥനായ ലേഖകൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കർത്താവിനെ, ദൈവത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ലേഖകൻ്റെ എഴുത്തുകോലാകുന്നു. കൃതി എന്ന് പറയുന്നത് പഴയൊരു വാക്കാണ്. കൃതി എന്ന് പറഞ്ഞാൽ പുസ്തകം എന്നർത്ഥമുണ്ട്, രചന എന്നർത്ഥമുണ്ട്, പല മീനിങ്സ് ഉണ്ട്. എന്നാൽ നമ്മൾ ഒരു പുസ്തകം പോലെയാണ് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ, അല്ലേ? നമ്മൾ ജീവിച്ചു, നമ്മൾ ഒരുപാട് പേരോട് സഹകരിക്കുന്നു, എല്ലാം കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. കർത്താവ് നമ്മളെ രക്ഷിച്ച കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളൊരു പുസ്തകം പോലെയാണ്. നമ്മൾ മരിച്ചു കഴിയുമ്പോഴായിരിക്കും നമ്മളെക്കുറിച്ച് നമ്മുടെ വീട്ടിലുള്ളവരോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, അപ്പം നമ്മുടെ പുസ്തകം ഏറ്റവും മറ്റുള്ളവർക്ക് വായിക്കാൻ തക്കവണ്ണമുള്ള ഏറ്റവും നല്ലൊരു പുസ്തകമായി മാറേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പിന്നത്തേതിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ചർച്ചിലുള്ളവർക്ക്, എല്ലാവർക്കും, പുറത്തുള്ളവർക്ക്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെ മുമ്പിലും ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമായിട്ട് നമ്മുടെ ജീവിതം മാറുവാൻ ഇടയായിത്തീരണം. അടുത്തത് എഴുതിയിരിക്കുന്നത്, എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലാകുന്നു. അപ്പോൾ സമർത്ഥനായ ലേഖകൻ്റെ ഒരു എഴുത്തുകോലായിട്ട് നമ്മുടെ നാവിനെക്കുറിച്ചൊക്കെ ഒരുപാട്, നാവ് മൂർച്ചയുള്ള വാളാകുന്നു എന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പിട്ട് പറഞ്ഞു കേട്ടു. ഞാൻ അതിലേക്കൊന്നും ഡീപ്പായിട്ട് പോകുന്നില്ല. എന്നാൽ നാവ് ദൈവത്തിൻ്റെ ഒരു എഴുത്തുകോലായി, ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ എഴുതുന്ന ഒരു എഴുത്തുകോലായി തീരുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് നമുക്ക് ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. അദ്ദേഹത്തിന് തന്നെ 17-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ നിൻ്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം. നമ്മുടെ ഓരോരുത്തരുടെ ആഗ്രഹം അങ്ങനെയായിരിക്കണം. ഇനി വരുന്ന തലമുറ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നമ്മൾ മാതൃകയായിട്ട് ജീവിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അവർ മാതൃകയായിട്ട് ജീവിച്ച്, അങ്ങനെ ഒരു മാതൃകയുള്ള ദൈവത്തെ ഓർക്കുമാറാക്കുന്ന ഒരു ഫാമിലിയായിട്ട് മുന്നേറുവാൻ ഇടയായിത്തീരണം. നമ്മുടെ സഭ അങ്ങനെ ആയിത്തീരുവാനായിട്ട്, നമ്മുടെ സഭ അങ്ങനെയാണ്, അതിനെയും മുന്നോട്ട് കൂടുതലായിട്ട് അങ്ങനെ ആയിത്തീരുവാനായിട്ട് ഇടയായിത്തീരണം. നിൻ്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. കാരണം എനിക്കറിയാം, എൻ്റെ പിതാവിൻ്റെ ഫാദർ ഞാൻ ജനിക്കുന്നതിന് മുമ്പിട്ടേ മരിച്ചുപോയതാണ്, അതുകൊണ്ട് കണ്ടിട്ടില്ല. എൻ്റെ മാതാവിൻ്റെ ഫാദർ ഞാൻ ജനിക്കുമ്പോൾ 70 വയസ്സോളം ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ അവരുടെ കൂടെ അന്ന് അദ്ദേഹം ഈ നമ്മുടെ ബെന്തക്കോസ്റ്റ് ചർച്ചിൽ IPCയിൽ പോകുമ്പം ഞാൻ കൂടെ പോയിട്ടുണ്ട്. ആ സമയത്ത് ഒരു 10 വയസ്സൊക്കെ ഉള്ള സമയത്ത് പുള്ളിയുടെ കൂടെ പോയിട്ടുണ്ട്. പുള്ളി 90 വയസ്സ് കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവർ ഭയങ്കര ഊർജ്ജസ്വലതയോടായി ചർച്ചിലെ കാര്യങ്ങൾക്ക് വേണ്ടി അന്നത്തെ കാലത്ത് പോകുന്നത്. അവർ വെച്ചൊരു മാതൃകയെന്ന് പറഞ്ഞാൽ, അപ്പോൾ അദ്ദേഹത്തിനുണ്ടായ എല്ലാ മക്കളും ആ മാതൃകയിൽ ജീവിച്ചു. അവരെല്ലാം ദൈവമക്കളായിട്ട് പോയി, അവരുടെ മക്കളും ദൈവമക്കളായിട്ട് പോയി. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവരുടെ ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാത്തിലും കണക്റ്റഡാണിത്. അപ്പം നമ്മൾ മറ്റുള്ള തലമുറകളിലേക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് അത് പകരുന്നു. അത് അവിടെ നിന്ന് തലമുറകളിലേക്ക് പകരുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ടാണ് ആദ്യത്തെ വാക്യത്തിൽ തന്നെ താൻ എഴുതിയത്, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്. അപ്പം നമ്മുടെ ലൈഫ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ലൈഫ് ആയി തീരുവാൻ്റെത് ഏറ്റവും ആവശ്യമാണ്. താഴോട്ടുള്ള വാക്യങ്ങളിനകത്ത് എഴുതിയിരിക്കുന്നത് ഒരു വിവാഹത്തെക്കുറിച്ചാണ്. നമ്മുടെ സഭയും കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു വിവാഹത്തെക്കുറിച്ച്, ഒരു ആത്മീയമായുന്ന ഒരു വിവാഹത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ആത്മീയമായ വിവാഹം എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്കറിയാം, ഒരു വിവാഹത്തിനായിട്ട് ഒരു
ചെറുക്കനും അതുപോലെ തന്നെ പെൺകുട്ടിയും അതിനുവേണ്ടി ഒരുക്കപ്പെടുമ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്ന അവർ അന്യോന്യം ഫോക്കസ് ചെയ്ത് ആണ് മുന്നോട്ട് ജീവിക്കുന്നത് അല്ലേ. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അവരുടെ ഹസ്ബൻഡിലേക്ക് ഉള്ള ആ ഒരു ഫോക്കസും ഹസ്ബൻഡ് വൈഫിലേക്കുള്ളൊരു ഫോക്കസ് അവർ ഒരുമിച്ച് ചേരുന്നു എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അവർ ഒറ്റ ശരീരമായി തീരുന്നു എന്നും അവർ മാതാപിതാക്കളെ വിട്ടുപിരിയുന്നതൊക്കെ നമ്മുടെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഒരു ബന്ധം ദൈവവുമായിട്ട് വേണം എന്നാണ് ഇത് ഇവിടെ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നു 10ാമത്തെ വാക്കിൽ എഴുതിയിരിക്കുന്നു, പെട്ടെന്ന് ഞാൻ വായിച്ചു പോകാം. കേൾക്കുക, നോക്കുക, ചെവിചായ്ക്കുക, സ്വജനത്തെയും നിൻ്റെ പിതൃഭവനത്തെയും മറക്കുക, അപ്പോൾ രാജാവിന് നിൻ്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും, അവൻ നിൻ്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. അപ്പോൾ കേൾക്കുക, നോക്കുക, ചെവിചായ്ക്കുക. നമ്മുടെ ചെവി നമ്മുടെ നോട്ടം എല്ലാം ക്രിസ്തുവിലേക്ക് ആയിരിക്കണം. അങ്ങനെ ആയിരിക്കുമ്പോൾ മാത്രമല്ല എന്ത് ചെയ്യണം, ഇവിടെ അടുത്തെഴുതിയ സ്വജനത്തെയും തൻ്റെ പിതൃഭവനത്തെയും മറക്കുക. നമ്മളെ പിൻപറ്റുന്നതിനെല്ലാം മറന്നിട്ട് ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നവരായിട്ട്, ആ ഒരൊറ്റ ദൈവത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നവരായി തീരുക എന്നുള്ളതാണ് അതിൻ്റെ ആത്മീയമാകുന്ന ഒരർത്ഥം. അതിന് താഴെ അവൻ നിൻ്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. അപ്പോൾ ആ നാഥൻ്റെ ആ ശ്രദ്ധ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അതുപോലെ ദൈവത്തിലേക്ക് ഫോക്കസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ഇടയാകണം. മാത്രമല്ല നമ്മുടെ ജീവിതം തലമുറകളോളം അത് ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അതിനുവേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ നമ്മളെ ഓരോരുത്തരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.